ബിഗ് ബോസ് മലയാളം സീസൺ 6 92 ദിവസം പിന്നിടുമ്പോൾ ഇനി 6 മത്സരാർത്ഥികളാണ് അവശേഷിക്കുന്നത്. എവിക്റ്റായി പോയ മത്സരാർത്ഥികളുടെ റീ എൻട്രികളാണ് ഇപ്പോൾ ഹൗസിൽ നടക്കുന്നത്. ഫാമിലി വീക്ക് പോലെ ഒരു അന്തരീക്ഷം. കഴിഞ്ഞ ദിവസം ജാൻമണിയും യമുന റാണിയുമാണ് ഹൗസിലേക്ക് എത്തിയത്. ഇന്ന് പൂജ കൃഷ്ണയും ശ്രീരേഖയും എത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ സിബിനും റോക്കിയും ഒഴികെ ഓരോ മത്സരാർത്ഥികളായി ഹൗസിലേക്ക് കയറുമെന്നാണ് വിവരം. ഇന്നലെ ജാൻമണി എത്തിയപ്പോൾ ഇവളെയൊക്കെ എന്തിനാണ് പോയി കെട്ടിപ്പിടിക്കുന്നതെന്ന് അർജുനോട് ശ്രീതു ചോദിച്ചിരുന്നു. കാരണം ജാൻമണി വന്നപ്പോൾ ജാസ്മിനെ പോയി കെട്ടിപ്പിടിച്ചിരുന്നു. ഇത് ശ്രീതുവിന് ഇഷ്ടമായില്ല. മുൻപ് ജാൻമണിയും ജബ്രികളുമായി നല്ല രീതിയിലുള്ള സംഘർഷങ്ങളും ഹൗസിലുണ്ടായിരുന്നു. അതൊക്കെ ഗെയിമിന്റെ ഭാഗമായെടുത്ത് ഒന്നും മനസ്സിൽ വെക്കണ്ട എന്ന് കരുതിയായിരിക്കണം ജാൻമണി ജാസ്മിനോട് അങ്ങനെ അടുത്തു പെരുമാറിയത്. കൂടാതെ ജാൻമണി അർജുനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് അവിടെ പെരുമാറിയത്. എന്നാൽ പിന്നീട് രാത്രി ശ്രീതുവിനോട് ലൈറ്റ് ഓഫാക്കി ഉറങ്ങിക്കൂ എന്ന് ജാൻമണി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും കോളിളക്കമുണ്ടാക്കി. അത് ശ്രീതുവിന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി. മാത്രമല്ല ഈ കാര്യം അർജുനോടും ശ്രീതു പറയുന്നുണ്ട്. അമ്മ വന്ന് പറഞ്ഞത് ജാൻമണി കണ്ടുകാണും, അതുകൊണ്ടാകും അങ്ങനെ പറഞ്ഞതെന്ന് അർജുൻ. ശ്രീതുവിനെ സമാധാനിപ്പിക്കാനായി അർജുൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് ശ്രീതു അംഗീകരിക്കുന്നില്ല. ഇത് വലിയ രീതിയിൽ ഒരു ചർച്ചയ്ക്കും വഴിവെച്ചു. ഫാമിലി വീക്കിൽ ശ്രീതുവിനെ അമ്മ വന്നപ്പോൾ നേരത്തെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അർജുനുമായുള്ള കോംബോയ്ക്കെതിരെയായിരുന്നു ശ്രീതുവിന്റെ അമ്മ ഫാമിലി വീക്കിൽ സംസാരിച്ചത്. അക്കാര്യം ഇപ്പോൾ എടുത്തിട്ട് ജാൻമണി ശ്രീതുവിന്റെ കോൺഫിഡൻസ് കുറയ്ക്കുകയാണെന്ന രീതിയിലായിരുന്നു ചർച്ചകളൊക്കെ നടന്നിരുന്നത്. രണ്ടാമത്തെ എൻട്രിയായി എത്തിയത് യമുന റാണിയായിരുന്നു. ഗാർഡൻ ഏരിയയിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവച്ചിട്ട് അതിൽ നിന്നുമായിരുന്നു യമുന റാണിയുടെ എൻട്രി. എല്ലാവരും ആരായിരിക്കും എത്തുന്നതെന്നുള്ള ഒരു ആകാംക്ഷയിൽ നിന്നപ്പോൾ ജാസ്മിൻ അത് ഗബ്രി ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു നിന്നത്. ലോക്ക് ചെയ്തിരുന്ന ഡോർ തുറക്കുമ്പോഴേക്കും ആദ്യം ഓടിച്ചെന്ന് ബോക്സ് തുറക്കുന്നതും ജാസ്മിൻ തന്നെയായിരുന്നു. എന്നാൽ ഗബ്രിക്ക് പകരം കണ്ടത് യമുന റാണിയായിരുന്നു. യമുന വന്നിട്ട് നോറയുടെ എവിക്ഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. യമുന ജാസ്മിനോട് പറയുന്നു, മോളെ നീ നല്ലൊരു കുട്ടിയാണ്, നിനക്ക് നല്ലൊരു ലൈഫുണ്ട്, നീ വളരെ ടാലന്റഡ് ആണ്. നീ ഇത്രയും ചെറിയൊരു കാര്യത്തിൽ ഗബ്രിയാണ് യമുന ഉദ്ദേശിക്കുന്നത്. ഇത്രയും ചെറിയ കാര്യത്തിൽ നീ നിന്റെ ലൈഫ് കളയാൻ നിൽക്കരുത്. വലിയൊരു ജീവിതമാണ് പുറത്തുള്ളത്. അച്ഛനമ്മമാർ വന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ മോശത്തിനായിരിക്കില്ല. ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം ചേച്ചിയെന്ന്. ഇതൊരു ലോകമാണ്, പുറത്തൊരു ലോകമുണ്ട്, ഇത് വീടല്ല. ഈ ലോകത്ത് അവനില്ലാത്തപ്പോൾ ഞാൻ ആരുടെ കൂടെ ഇരുന്നാലും ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അവരെഴുന്നേറ്റ് പോകുന്നു. എനിക്ക് സംസാരിക്കാനും എന്നെ കേൾക്കാനും എനിക്കുണ്ടായിരുന്നത് അവനാണ്. അപ്പോൾ യമുന ചോദിക്കുന്നു, അപ്പോൾ എന്തിന് അങ്ങനെ ഒരു ഇതുണ്ടാക്കിയത് നീയെന്ന്, അങ്ങനെ ഒരു കോംബോ ഉണ്ടാക്കിയെടുത്തത് എന്തിനെന്ന്. അത് വേണ്ടിയിരുന്നില്ലല്ലോ. എന്ത് ചെയ്യാൻ ചേച്ചി, എനിക്കിവിടെ ആരുമില്ല സംസാരിക്കാനെന്ന് ജാസ്മിൻ. അപ്പോൾ യമുന, നീ സക്സസ്ഫുൾ ആകേണ്ട ഒരു കുട്ടിയാണ്, നീ ഇതും പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരാളല്ല. അപ്പോൾ ജാസ്മിൻ പറയുന്നു, എന്തൊക്കെയായാലും ഞാൻ ഇവിടം വരെ എത്തിയില്ലേ. ജാൻമണിയും ജാസ്മിനെ ഉപദേശിക്കാൻ യമുനയ്ക്കൊപ്പം കൂടുന്നുണ്ട്. നീ ചെറിയ കാര്യങ്ങളിൽ ഒരിതാകരുത്, നിന്റെ ലൈഫാണ് ബാക്കി കിടക്കുന്നത്. ഇത് കാണുമ്പോൾ തോന്നിയത് രണ്ട് അമ്മമാർ മകളെ ഉപദേശിക്കുന്ന പോലെയാണ്. കാരണം പുറത്തിറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കിയ യമുനയ്ക്കും ജാൻമണിക്കും അറിയാം ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ കാത്തിരിക്കുന്ന ട്രോമ എന്താണെന്ന്. അപ്പോൾ ഒരു മകളെ പോലെ കരുതിയുള്ള ഉപദേശമായിരുന്നു അത്. എന്നാൽ ബിഗ് ബോസ് കയറി ഇടപെടുന്നു, പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ പാടില്ല എന്ന്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വാണിംഗ്. കാരണം ജാസ്മിനെ ആരും ബ്രെയിൻ വാഷ് ചെയ്യരുത്. ബിഗ് ബോസ് ടീമിന് ഇനിയും അവളെ വെച്ച് കാശുണ്ടാക്കാനുള്ളതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ജാസ്മിന്റെ കാര്യത്തിൽ ആരിടപെട്ടിട്ടും കാര്യമില്ല. പോത്തിനോട് വേദമോതുന്ന പോലെയാകുമത്. വേറെ ആര് പറഞ്ഞാലും തലയിൽ കയറാത്തൊരു സാധനം.